ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഉത്സവം റിലേറ്റഡ് വീഡിയോ ആണ്. കാരണം വേറെ ഒന്നുമില്ല, ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ഉത്സവം കാണാൻ പോയേക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷമൊന്നും ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം എന്തായാലും പോകാൻ പറ്റി. എനിക്ക് ഈ ഇലൂമിനേഷൻ ലൈറ്റ്സൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളുടെ ഈ ഒരു അമ്പലത്തിൽ എപ്പോഴും ഗസ്റ്റായിട്ട് സെലിബ്രിറ്റീസാണ് കേട്ടോ വരാറുള്ളത്. അപ്പോൾ അവരെ കാണാനും പിന്നെ പ്രോഗ്രാമൊക്കെ കാണാനും വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഉത്സവത്തിന് പോകാറുള്ളത്. ഞാനും അമ്മയും കൂടെ അത്യാവശ്യം വളരെ നേരത്തെ പോയിരുന്നുകൊണ്ട് അമ്പലത്തിലൊക്കെ കയറി തൊഴുതു, സമാധാനപരമായിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. മഴക്കോളിനുള്ളൊരു കാറ്റായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ തിരുവാതിരയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അമ്പലത്തിൽ നിന്ന് ചെമ്പകപ്പൂ കിട്ടി കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഈ പൂവിന് എന്ത് പേരാ പറയുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്നിട്ട് ഞാനും അമ്മയും കൂടെ ബാക്ക് സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് തിടമ്പൊക്കെ ആനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചിറക്കൽ കാളിദാസനായിരുന്നു കേട്ടോ മെയിൻ. എന്നിട്ട് കുറേ നേരം നമ്മൾ ആ ചെണ്ടമേളമൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മളുടെ മെയിൻ പരിപാടി, എനിക്ക് അമ്പലത്തിലൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ബജ്ജിയൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു നമുക്ക് പോയി കഴിച്ചിട്ട് വരാം. അങ്ങനെ മലയാളി പാനിപ്പൂരി, മലയാളികൾ ഉണ്ടാക്കിയോണ്ട് മലയാളി പാനിപ്പൂരി എന്നായിരുന്നു കേട്ടോ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ സ്പൈറൽ പൊട്ടറ്റോ ഒക്കെ കഴിച്ചു. പിന്നെ അമ്പലത്തിൽ നിന്ന് തന്നെ ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.